نشرح لك صدرك ووضعنا കൈവഴികളെ എങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു മതഗ്രന്ഥത്തിന് കഴിയുക എന്ന് അതിശക്തമായി തെളിയിച്ച മറ്റൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുപരിയായി ഈ വിശ്വപ്രകൃതിയിലെ പൂവും പുല്ലും പൂക്കളും പുഴുക്കളും മൃഗങ്ങളും നദികളും മനുഷ്യരും ഒക്കെ അടങ്ങിയ സർവചരാചരങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് ഒരു സാമ്യ ബോധ്യം സാധ്യമാകണമെന്നും പരിസ്ഥിതിയിലൂന്നിയും പരിസ്ഥിതിയെ സംരക്ഷിച്ചും കൊണ്ടുവേണം ഈ പ്രപഞ്ചത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് പോകാനെന്നും കൃത്യമായി ശഠിച്ച ഈ ലോകത്തിലെ ഏറ്റവും കമന്റബിളുമായ എൻവയൺമെന്റൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ പാരിസ്ഥിതിക ഗ്രന്ഥമേത് എന്ന ചോദ്യത്തിനും ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് മലകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ എന്ന കൃത്യമായ സാക്ഷ്യം അടയാളപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനെ തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷെ അത്തരം ചൂണ്ടിക്കാട്ടലുകൾക്കപ്പുറത്ത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായോ കൂടുതൽ അഗാധമായോ ഗാഠമായോ ഖുർആനെ കുറിച്ചെന്നല്ല ഒന്നിനെ കുറിച്ചും സംസാരിക്കുവാനുള്ള അർഹതയോ അവകാശമോ ഉണ്ടെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഒരു മത്സരത്തിന് പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. കുറച്ച് ടീമുകൾ മത്സരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? മത്സരം കഴിഞ്ഞോ? അല്ല, ഈ ചോദ്യോത്തരത്തിൽ ഈ പരിപാടിയിൽ മത്സരിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഉണ്ട്, അത് 10-14 ടീമുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അവരെവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരോടാണ് സത്യത്തിൽ മത്സരങ്ങൾ അവസാനിക്കുന്നിടത്താണ് യഥാർത്ഥ വിജ്ഞാനം ആരംഭിക്കുന്നത് എന്നും സൂചനകളിലൂടെ നമ്മെ പഠിപ്പിച്ച മഹാഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. മത്സരങ്ങളിൽ വിജയിക്കുന്നിടത്തല്ല മനുഷ്യൻ മികവ് കാണിക്കുന്നത് എന്നും തോൽവിയെ പോലും ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ കഴിയുന്ന മാനസിക പാടവമുണ്ടാക്കുന്നിടത്താണ് വിജയം അടയാളപ്പെടുത്തുന്നത് എന്നും ഖുർആൻ വിവിധങ്ങളായ സൂറത്തുകളിലെ ചില പ്രത്യേക ആയത്തുകളിലൂടെ നമുക്ക് അടയാളപ്പെടുത്തി തരുന്നുണ്ട്. മികച്ച ആയുധ വീര്യവും മികച്ച യുദ്ധ മികവും പ്രകടിപ്പിച്ച ഉമറിനെ ചേർത്തു പിടിക്കുവാൻ കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ചിന്താധാരകളിലൂടെയുള്ള സഞ്ചാരത്തിലാണ് അംഗീകരിക്കപ്പെടുന്നത് വിജയമല്ല, വിജയത്തെക്കാൾ കൂടുതലായി അംഗീകരിക്കപ്പെടേണ്ടത് യഥാർത്ഥ മികവുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളിൽ കൂടുതൽ ശരി ഉത്തരങ്ങൾ എഴുതുന്നവരെ കണ്ടെത്തി അവർക്കിവിടെ സമ്മാനം തരികയും ചെയ്യും എന്നതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയാത്തവർ അനർഹരാണ് എന്നൊരഭിപ്രായം നമുക്ക് ആർക്കും ഈ സദസ്സിൽ ഇല്ല. ഞാൻ ആകെ എന്തെങ്കിലുമൊക്കെ മത്സരത്തെ ഇഷ്ടപ്പെടുകയോ മത്സരങ്ങൾ നടത്തുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ അറിവിൻ്റെയോ അല്ലെങ്കിൽ ക്വിസ് മത്സരങ്ങളൊക്കെയാണ്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഈ കലോത്സവങ്ങളിലൊക്കെ പോയി മത്സരങ്ങൾ അവസാനിക്കുമ്പോഴാണ് കല ആരംഭിക്കുന്നത് എന്ന് പറയാറുണ്ടല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ഈ ക്വിസ് മത്സരം നടത്തുന്നത് എന്ന്. ഞാൻ അവളോട് പറയും, അതൊരു പാട്ട് മത്സരത്തിൽ സമ്മാനം കിട്ടുന്നത് ഏറ്റവും നന്നായി പാടുന്നവനാണ് ഒന്നാമനായി സമ്മാനം കിട്ടുന്നത്. ഒരു ഓട്ട മത്സരത്തിൽ ഏറ്റവും മുന്നിൽ ഓടിയെത്തുന്നവനാണ് ഏറ്റവും മികച്ച സമ്മാനം കിട്ടുന്നത്. പക്ഷെ ഇത്തരം അറിവുകളുടെ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു ക്വിസ് മത്സരത്തിൽ യഥാർത്ഥത്തിൽ ആർക്കാണ് സമ്മാനം കിട്ടുക? 20 ചോദ്യങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ 19 ചോദ്യങ്ങൾക്കും ഉത്തരം അറിയാവുന്ന ആളിന് ഒന്നാം സമ്മാനമോ ക്യാഷ് അവാർഡോ ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അവന്റെ ജീവിതത്തിലെ യഥാർത്ഥ സമ്മാനമായ വിജ്ഞാനം എന്ന മഹാസമ്മാനത്തിന്റെ കണക്കെടുക്കുമ്പോൾ അവന് പുതുതായി കിട്ടിയത് ഒരേ ഒരു അറിവ് മാത്രമാണ് ആ ദിവസം. എന്നാൽ 20 ചോദ്യങ്ങളിൽ ഒരു ഉത്തരം മാത്രം അറിയാവുന്ന മത്സരത്തിന്റെ ഘടനയിൽ തോറ്റുപോയ കുട്ടിക്കാകട്ടെ ആ ദിവസം 19 പുതിയ അറിവുകൾ അവന്റെ ജീവിതത്തിന്റെ ആവനാഴിയിലേക്ക് ആയുധങ്ങൾ പോലെ വന്നെത്തിച്ചേരുകയും ചെയ്യുന്നു. അതുകൊണ്ട് അറിവിന്റെ മത്സരങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ സമ്മാനം കിട്ടുന്നത് തോറ്റുപോകുന്നവർക്കാണ് എന്നതുകൊണ്ടാണ് അറിവിന്റെ മത്സരങ്ങളോട് ഇഷ്ടം എന്നാണ് ഞാൻ അവളോട് പറഞ്ഞ ആ മറുപടി.
പിന്തള്ളപ്പെടുന്നവരെ ചേർത്തു പിടിക്കുവാനും നാളെയിലെ സൂര്യഗോളങ്ങളായി മാറുവാൻ അവർക്ക് കരുത്തു പകരാനും വഴികാട്ടുന്ന മഹത്തായ കൂട്ടായ്മകളിൽ ഒന്നാണ് ഈ സായാഹ്നത്തിൽ ഇവിടെയുമുള്ളത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത് പൊതുവെ ഈ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. കാൽപന്തിനോടും കുഴിമന്തിയോടും മാത്രമല്ലല്ലോ, ചരിത്രത്തിന്റെ വഴികളിലെ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിനോടും അതിശക്തമായ ആത്മാഭിമാനത്തിനോടും മറ്റുള്ളവരെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന ആതിഥേയത്വത്തിന്റെയും പെരുമ കേട്ട ഒരു നാടാണ് ശ്രീ AP അസ്ലമിന്റെയും നാട് എന്നുള്ളത് അഭിമാനകരമാണ്. ഞാൻ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്, ഈ ലോകത്തിൽ പലരും ഹെഡ് ചെയ്യാറുണ്ട് ഫുട്ബോളിന് ആരും ഫുട്ബോൾ കളിയിൽ താല്പര്യമില്ലാത്തവരാരും ഇല്ലാത്ത നാടാണല്ലോ നിങ്ങളുടേത് അല്ലെങ്കിൽ നമ്മുടേത്. അപ്പോൾ ഹെഡ് ചെയ്യാറുള്ള ആളുകൾ, മികച്ച ഹെഡേഴ്സ് ഉണ്ട്. പണ്ട് ഹോളണ്ടിലെ റൂട്ട് ഗള്ളിറ്റും മാർക്കോ വാൻ ബാസ്റ്റനും ഒക്കെ ഹെഡ് ചെയ്യുന്നത് കുട്ടിക്കാലത്ത് ലോകകപ്പുകളിൽ കണ്ട അത്ഭുതപ്പെട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ മലപ്പുറത്തുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. കാൽപന്ത് കളിക്കുമ്പോൾ പോലും അവർ ഹെഡ് ചെയ്യുന്നത് തലകൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് എന്ന് മലപ്പുറത്തിന്റെ പന്തുകളി പ്രിയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ നാട്ടിൽ എന്തെങ്കിലും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്. കുറച്ച് കുട്ടികൾ, തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ടീമുകളുണ്ട്, അവരുടെ കടലാസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അക്ബർ പറഞ്ഞിരുന്നു. അക്ബർ, അവരെവിടെയാണ് ആ കുട്ടികൾ? ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഓക്കേ, മാഷാഅല്ലാഹ്, സൂപ്പർ ആയിട്ട്. ദിഷ്ന ഫാത്തിമ. ഈ ഒരു ഖിറാഅത്തിന് ഫസ്റ്റ് കിട്ടിയല്ലേ? الرحيم ألم نشرح لك صدرك